ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ്, കറി, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചോറ് അരി തീമട്ടിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. അതിൻ്റെ ശേഷം കൈപ്പക്ക ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ഒരു വെറൈറ്റി ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അതിന് വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ വെട്ടി വെച്ചതിന് ശേഷം പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി ഫുള്ളാക്കി കഴിഞ്ഞു. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് സിങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിന് ശേഷം കൈപ്പക്ക ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയെടുത്തത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കൈപ്പക്ക ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കഷ്ണം വെട്ടിയെ ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളക് പൊടി നെടുകെ കീറിയിട്ട് കൊടുക്കുക. എന്നിട്ട് മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിലർ കൂടുതൽ പിന്നെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 3 വിസിലിന് ശേഷം ഞാൻ വേവിച്ചെടുത്ത് സൂപ്പർ ടേസ്റ്റുള്ള കൈപ്പക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ അകങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരിയിടുകയാണ്. അപ്പോൾ ചോറ് ഇതുവരെ വെന്തിട്ടൊന്നുമില്ല കേട്ടോ. ചോറ് നല്ല വേവ് കൂടിയ അരിയാണ്. അത് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒക്കെ സമയം അടുപ്പത്ത് കിടക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കത്തിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് പുറത്തത്തെ പണികളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ കൊലായി അടിക്കാൻ വന്നതാണ്. അപ്പോൾ ചോറ് അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ ഊറ്റി വെച്ച് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ ചോറിന് എന്താ കൂട്ടാനും വെച്ചാൽ ചൂരൻ്റെ തലക്കറിയാണ് കേട്ടോ. മുളകിട്ടതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അത്. പിന്നെ കൈപ്പക്ക ഉപ്പേരിയുണ്ട്. പിന്നെ മാന്തൾ പൊരിച്ചതും ആണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.